ഈ ഒരു പാരഗ്രാഫ് എഴുതാൻ 10 പേർ, എന്റേതുൾപ്പെടെ 10 പേരുടെ കമ്പ്യൂട്ടർ ജാതകം ഡീറ്റെയിൽ 16 പേജ് പ്രിന്റ് ഔട്ട് എടുത്ത് ഞാൻ വായിച്ചു നോക്കി. എനിക്കറിയാവുന്ന 10 വ്യക്തികളുടെ കമ്പ്യൂട്ടർ ജാതക പ്രവചനം ഞാൻ വ്യക്തമായി പഠിച്ചു. കമ്പ്യൂട്ടർ ജാതകം അതിൽ നിന്ന് മനസ്സിലാക്കിയത്, ജാതകത്തിൽ ഗ്രഹസ്ഥിതിയും ദശ അപഹാരം ഗണിക്കുന്നതുമെല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ജാതക ബലപ്രവചനത്തിന് കമ്പ്യൂട്ടറിന്റെ പ്രയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു കാരണവശാലും അഭികാമ്യമല്ല. കാരണം കമ്പ്യൂട്ടർ മെക്കാനിക്കലിയാ പ്രൊഡിക്റ്റ് ചെയ്യുന്നേ, കമ്പ്യൂട്ടറിന് ലോജിക്കലില്ല. നിങ്ങൾ ഫീഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ജാതകം ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യുന്നത് തെറ്റാണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. 1, 2, 3 ഫാക്ടർ ചിലപ്പോൾ പ്രയോജനം ഉണ്ടാവും. വെറും മുഖസ്തുതി പോലെ തൊട്ടും തൊടാതെയും പറയുന്നതാണ് ഈ കമ്പ്യൂട്ടർ പ്രവചനം. അതൊരിക്കലും ജീവിതത്തിന് അടിസ്ഥാനമാക്കരുത്. അടുത്ത പാരഗ്രാഫ് ഞാൻ വായിക്കേണ്ട കാര്യമില്ല, ഇതിനിടയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് കാൽഭാഗം എടുക്കുക, കാൽഭാഗം സ്വയം ചിന്തിക്കുക, കാൽഭാഗം പണ്ഡിതരുമായി ചേർന്ന് വിലയിരുത്തുക, അവസാനത്തെ കാൽഭാഗം അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തി എടുക്കുക. ഒരു ജ്യോത്സ്യൻ പറയുന്ന പൊരുത്തവും മറ്റൊരു കാര്യവും അവസാന വാക്കല്ല. പലരുടെയും ദൃഷ്ടിയിലും വിശകലനത്തിലും പൊരുത്തം മാറിക്കൊണ്ടേയിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ഒരാൾക്കും തരാൻ സാധിക്കില്ല. ഏതായാലും ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, നല്ല നല്ല ബന്ധങ്ങള് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പൊരുത്തം നല്ലതല്ല എന്ന കാരണത്താല് കളയല്ലേ. ആ പാലക്കാടിലും മറ്റു പല സ്ഥലത്തും പോകുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ കാണാം, 10, 40, 50 യുവാക്കളും യുവതികളും പൊരുത്തം ഉള്ള ജാതകം കിട്ടാത്തത് കൊണ്ട് കല്യാണം കഴിക്കാതെ കഴിയാണ് സാറേ എന്ന് കരഞ്ഞോണ്ട് പറയുമ്പോ ശരിക്കും നെഞ്ച് കത്തും. ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്ത് നമ്മുടെ മക്കളുടെ ജീവിതത്തെ തന്നെ തകർത്തു. ഒന്നുകൂടി നോക്കുക, എന്റെ ചേച്ചിയുടെ വിവാഹം എന്റെ അച്ഛൻ നടത്തിയത് പെട്ടെന്ന് തീർന്നു. ലാസ്റ്റ് പാർട്ടായി ഒരു പാക്കറ്റ് ഉണ്ടാക്കി, വാഴയില കൊണ്ടൊരു പാക്കറ്റ്, ഒരു പാക്കറ്റിൽ ചുമന്ന പൂവ്, മറ്റേ പാക്കറ്റിൽ വെളുത്ത പൂവ്. പുറത്തുനിന്ന് നോക്കിയാൽ കാണാം, പുറത്തുനിന്ന് നോക്കിയാൽ വെളുത്തതും ചുമപ്പും കാണാം. എന്നിട്ട് പൂജാമുറിയിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ വിളിച്ച് അതിൽ വെളുത്ത പൂ എടുത്തുകൊണ്ട് വരാൻ പറയും. വെളുത്ത പൂ കിട്ടി, അത് കാരണം കല്യാണം കഴിക്കാന്ന് പറയും. എന്ത് ലാഘവത്തോടു കൂടിയാ അവര് കാര്യം ചെയ്തെന്ന് നോക്കൂ. ശരിയോ തെറ്റോ പറ്റിക്കലോ ചതിക്കലോ എന്നല്ല ഞാൻ പറഞ്ഞത്, അത്രയ്ക്ക് ഇതിന് പ്രാധാന്യമുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചപ്പോ പൂരാടം എന്റെ അച്ഛൻ പറഞ്ഞു, നാരായണൻ എമ്പ്രാന്തിരി പൂജയൊക്കെ അറിയാവുന്ന ആളാണ്. അച്ഛൻ പറഞ്ഞു, വരും വരായികകൾ അനുഭവിക്കേണ്ടത് നീ തന്നെയാണ്. അച്ഛൻ ഇതിൽ യാതൊരു ബന്ധമില്ല, ഭംഗിയായിട്ട് നടത്തിത്തരാം. അച്ഛൻ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത അച്ഛനും അമ്മയും കൂടെ നിന്നു. എനിക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം അവർ പെർമിഷൻ തന്നു, ചെയ്തതാണ്. ഞാൻ നിങ്ങളോടും പറയും, നമ്മുടെ മക്കളുടെ ജീവിതവും കൊണ്ട് പന്താടരുത്. ഈ പൊരുത്തം എന്നുള്ള ഇഷ്യൂവിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ള ലവ് ജിഹാദും ബാക്കി പ്രേമവും ഒന്നും ഞാൻ കടന്നില്ല. ഈ പൊരുത്തത്തിന്റെ പേരില് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആണിന്റെയും പെണ്ണിന്റെയും ജീവിത നിലപാടുകൾ തമ്മിൽ ചേർക്കല്ലേ. പൊരുത്തമില്ല എന്ന പേരില് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ ജീവിതത്തെ തകർക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ ക്ലാസ് ഇത്ര സ്പീഡിൽ തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. ഇതൊരു ഫുൾ ഡേ ക്ലാസ് എടുക്കുകയാണ്. ഏകദേശമെങ്കിലും അറിയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. 1-2 ചെറിയ കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ മൊബൈൽ നമ്പർ നേരത്തെ തന്നിട്ടില്ലെങ്കിൽ തരണം. ഇനിയുമുള്ള ഇത് ഒരു എക്സ്പെരിമെന്റ് പ്രോഗ്രാമാണ്, പബ്ലിസിറ്റി ഒന്നുമില്ലാതെ SMS കൊണ്ട് നടത്തിയതാണ്.
വൻ വിജയമായിരുന്നു. പണിക്കറിയേട്ടൻ പറഞ്ഞതുപോലെ ഗോപാലകൃഷ്ണൻ ജി, മറ്റേ ഇവിടുത്തെ കോർഡിനേറ്റർ, ശരീരത്തിന് സുഖമില്ല, കാലിന് സുഖമില്ല, കൈ വിറയ്ക്കുന്നു എങ്കിൽ പോലും ശരിക്ക് ഒരു കോർഡിനേറ്റർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ട് ഈ പരിപാടി ഗംഭീരമായിട്ട് വിജയിപ്പിക്കാൻ സാധിച്ചു. 2, കുറച്ച് ഫ്ലക്സ് അടിച്ചിട്ടുണ്ട്, കുറച്ച് നോട്ടീസ്, ട്രാവലിങ്, മറ്റ് എക്സ്പെൻസുകളെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് എമൗണ്ട് വരും. ആരുടെ അടുത്തുനിന്ന് കൈനീട്ടിയിട്ടില്ല. നിങ്ങൾക്കൊരു കവർ തന്നിട്ടുണ്ട്. വർത്താണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നത് കവറിലിട്ട്, പുറത്ത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിലിടാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെറും കവർ തിരിച്ചിട്ടാലും കുഴപ്പമില്ല. ഇതിന്റെ എക്സ്പെൻസ് വേറൊരാളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. മൈക്ക് സെറ്റ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും നോട്ടീസ് ആയാലും ഫ്ലക്സിലായാലും ഞങ്ങളുടെ ട്രാവലിംഗ് ആണെങ്കിലും ഇവിടെ പങ്കെടുത്തവരിൽ നിന്ന് സാധിക്കുമെങ്കിൽ മേടിക്കൽ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. 3-ാമത്തേത്, ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും നിങ്ങൾ കേൾക്കണം. ഒരു ജന്മത്തില് ഒരു വേദമെങ്കിലും കേൾക്കണം. ഒരിടത്ത് നിന്ന് നിങ്ങൾക്ക് വേദം കിട്ടില്ല, കംപ്ലീറ്റ് വേദം കിട്ടില്ല. ഋഗ്വേദം, കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം, സമവേദം, അഥർവവേദം, 5 വേദവും പുറത്തുണ്ട്. പെൻഡ്രൈവ് ആയിട്ടുണ്ട്, CD ആയിട്ടുണ്ട്. അതിനോ മറ്റ് ഒരു പുസ്തകത്തിനോ CD-ക്കോ പെൻഡ്രൈവിനോ കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് ഈ ബുക്സും CD-കളും ജനങ്ങളിൽ എത്തിക്കുന്നത്. ധന്യമായ ഈ വേദിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭാരവാഹികള് ഈ ഓഡിറ്റോറിയം നമുക്ക് ഈ മഹായജ്ഞത്തിന് തന്നു. അദ്ദേഹം മൈക്ക് സെറ്റുകളുടെ കൺട്രോൾ സ്വയം ഏറ്റെടുത്തു. ഗംഭീരമായിട്ട് വീഡിയോയും എടുക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു. എല്ലാം കൂടി ചേർന്ന് ഇത് CD ആയിട്ട് അവൈലബിൾ ആക്കണമെന്നുണ്ട്, യൂട്യൂബിലും അവൈലബിൾ ആക്കണമെന്നുണ്ട്. ഭാരതീയ പൈതൃകം നിലനിന്നത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടായിരുന്നു. കാര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പൊരുത്തം നോക്കൽ എന്ന റീസണബിളി അന്ധവിശ്വാസപരമായ കാര്യങ്ങളിലൂടെ നമ്മുടെ ധർമ്മം അവഹേളിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചെറിയ ഷീറ്റിലെ പുറകിൽ തന്ന 8 പൊരുത്തങ്ങൾ നോക്കിയാവട്ടെ നിങ്ങളുടെ മകളുടെയോ മകന്റെയോ സഹോദരി സഹോദരന്മാരുടെയോ ചെറുപ്പക്കാരായിട്ടുള്ളവരോട് ഇരിക്കുന്നുണ്ട്, അവരുടെയോ വിവാഹം നടക്കുന്നത് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി എന്റെ പ്രാർത്ഥന ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. കവറിൽ തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. കവർ കിട്ടാത്തവര് അങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇടണമെന്ന് നിർബന്ധമില്ല. കയ്യിൽ പൈസ എടുക്കാത്തവര് വിഷമിക്കണ്ട. പക്ഷെ മൊബൈൽ നമ്പറും ഇമെയിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നിട്ടില്ലെങ്കിൽ ഇടുന്നത് സന്തോഷകരമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം. നമസ്കാരം.